സാമുവൽ ജെറോം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ അക്കൗണ്ടിൽ പണം അയച്ചത് ഇന്ത്യൻ എംബസിക്കാണ്. എനിക്ക് നിങ്ങളോട് ഇതിനൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്വമില്ല. നിങ്ങളോട് ഞാനൊരു പൈസയും കൈപ്പറ്റിയിട്ടില്ല എന്നിത്യാദിയിലുള്ള വാദങ്ങളാണ് സാമുവൽ ജെറോം ഞങ്ങളോട് പറഞ്ഞത്. ആദ്യത്തെ $20,000 കൊടുത്തതിന് ഒരു തീരുമാനവും വരാതെ എന്ത് ചർച്ചയാണ് നടന്നത്? കുടുംബത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? കുടുംബം ഈ കാര്യത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുണ്ടോ? കുടുംബം നിങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖുമായി ഇരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഏതെങ്കിലും 2 യമനികളെ ഇരുത്തി ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ എന്നിത്യാദി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടും അതിനും ഉത്തരവുണ്ടായില്ല. രണ്ടാമത്തെ ഗഡു പണം അയച്ചു കൊടുത്ത പണം കിട്ടിയ ആ സെക്കൻഡിൽ, എംബസിയിലേക്ക് പണം ചെന്ന ആ സെക്കൻഡിൽ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ കോർ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ ജനറൽ കൗൺസിൽ ഗ്രൂപ്പിൽ നിന്നും സാമുവൽ ജെറോം ലെഫ്റ്റ് അടിച്ചു പോയി. ഈ $40,000 ചെലവഴിച്ച് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകണം. തീർച്ചയായും സാമുവൽ അറിയാതെ ആ പണത്തിൻ്റെ കൈമാറ്റമോ വിനിമയമോ നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഞങ്ങളോട് കാണിക്കേണ്ടതല്ലേ? ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിസ്സഹായത നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യ ഗവൺമെൻറ് നിസ്സഹായത എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല, ഒന്ന്. മറ്റൊന്ന്, അവരുടെ മേൽ സ്വാധീനമുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനുമായി ഈ യുദ്ധകാലത്തൊക്കെ നടന്നിട്ടുള്ള ഇറാനുമായിട്ടുള്ള നമ്മുടെ നല്ല ബന്ധങ്ങൾ ഉരുകിപ്പോയിരിക്കുന്നു. രാജ്യത്തിൻ്റെ നയതന്ത്ര തലത്തിൽ ചെയ്തു തീർക്കേണ്ടുന്ന ഒരു കാര്യത്തിൽ പോലും നിസ്സഹായതയോടെ നിൽക്കുന്ന കോടതിയിൽ വന്ന് കൈകെട്ടി നിന്ന് ഞങ്ങൾക്കൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞെടുത്താണ് ഞങ്ങൾ അഭിമന്യനായിട്ടുള്ള ഷെയ്ഖൂന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ അഭയം തേടുന്നതും. ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത് മർക്കസിൽ നിന്നുള്ള ബന്ധമാണ്. ആ മർക്കസിൽ നിന്ന് അവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ മർക്കസിനകത്തുണ്ട്. മർക്കസുമായി നിരന്തരമായ ബന്ധമുണ്ട്. അവിടെയുള്ള ഒരാളെയെങ്കിലും ഈ യമനിലേക്ക് യാത്രയാക്കി, വേണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പ്രതിയെ യാത്രയാക്കിയാൽ നിമിഷ നേരം കൊണ്ട് ഈ കേസിൽ നമുക്ക് അവിടെ ഒരു ഒത്തുതീർപ്പിലെത്താൻ സാധിക്കും. അവിടുത്തെ പണ്ഡിത സഭയ്ക്ക് മുമ്പിൽ അപേക്ഷയുമായി ചെന്നാൽ അവർ നിരാകരിക്കില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ MA യൂസഫ് അലി സാർ, അദ്ദേഹത്തെ ഞങ്ങൾ ലോക കേരള സഭ നടക്കുമ്പോൾ അദ്ദേഹം വിശ്രമിക്കുന്ന സ്ഥലത്ത് പോയി ഈ നിവേദനം നൽകുകയും ഞങ്ങൾ ഈ കേസിൽ ഇടപെടണം എന്നാവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹം അന്ന് തന്നെ $1 കോടി ഈ കാര്യത്തിൽ മിഷനു വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ശിക്ഷ മാറ്റിവെച്ച വാർത്ത വന്ന ഉടനെ തന്നെ എന്തൊക്കെയുള്ള ആളുകളാണ്, എന്തെല്ലാം പ്രതികരണങ്ങളാണ്. ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം മരിച്ച ചെറുപ്പക്കാരൻ്റെ ജ്യേഷ്ഠൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ നമ്മുടെ മലയാളികൾ തന്നെ പോയി എവിടെ കൊല്ലണം എന്ന് കമൻറ്റ് ചെയ്യുന്നത് കാണാം. ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കും. അതുപോലെ തന്നെ അറബിയിൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ അവരെ അങ്ങനെ ആ പോസ്റ്റിനടിയിൽ ചെന്ന് നോക്കും. അതേപോലെ തന്നെ യമനിലെ ചാനലുകളുടെ വാർത്തകൾക്കടിയിൽ ചെന്ന് നോക്കൂ. മലയാളിയുടെ വിളയാട്ടം കാണാം. ഇതിനു വേണ്ടി 90 വയസ്സിലധികമുള്ള പ്രായം ചെന്ന ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദും ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സാമുവൽ ജെറോമിന് എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. വധശിക്ഷയ്ക്കുള്ള തീയതി മറ്റൊരു ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് വരെ എന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ വധശിക്ഷ മാറ്റിവെച്ച തീയതി പറയാത്തത് ഏറ്റവും വലിയ ഒരാപത്താണ്. അത് ഏത് നേരവും സംഭവിക്കും. നിമിഷപ്രിയ എന്ന പാലക്കാട് കൊല്ലങ്കോട് സ്വദേശിനിയായിട്ടുള്ള യുവതി യമനിലെ സന എന്ന് പറയുന്ന സ്ഥലത്തെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയാണ്. 6-7 വർഷമായി അവരെ തടവനുഭവിച്ചു വരികയാണ്. കേസിലേക്ക് നയിച്ചത് ഒരു യമനി യുവാവിൻ്റെ മരണമാണ്. ഈ കേസിന് ആസ്പദമായ സംഭവത്തിൻ്റെ പശ്ചാത്തലങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. യമനിലെ രാഷ്ട്രീയമായിട്ടുള്ള യുദ്ധ സംഘർഷങ്ങളും മറ്റും കാരണം ഈ കേസിൽ പ്രിയക്ക് പറയാനുള്ളത്, ഒരു ദ്വിഭാഷിയുടെ സഹായമില്ലാത്തതുകൊണ്ട് കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ഈ കേസിലെ പ്രത്യേകതയാണ്. എന്നാൽ യമനിലെ യമനികൾ 10-27 വർഷക്കാലം യമനി സമൂഹവുമായി പ്രവാസ ലോകത്ത് ജീവിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ എനിക്കറിയാം, ഏറ്റവും നല്ല മനുഷ്യരിൽ ഒരു വിഭാഗമാണ് യമനികൾ. അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണം കൂടി പറയാം. ഈ സംഭവവും കഴിഞ്ഞ് ക്ലിനിക്ക് നടത്തുന്നതുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്
ഈ കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. അവിടെ നിന്ന് പലായനം ചെയ്ത് 300 കിലോമീറ്റർ അകലത്തിലുള്ള മറ്റൊരു ക്ലിനിക്കിൽ ജോലി ചെയ്യുമ്പോഴാണ് നിമിഷപ്രിയ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. കാരണം യമനിലെ ചാനലുകളിലൊക്കെ തന്നെ ഇവരുടെ ഫോട്ടോയൊക്കെ വന്നപ്പോൾ തിരിച്ചറിഞ്ഞ നാട്ടുകാരും പോലീസുമാണ് അവരെ കസ്റ്റഡിയിലെടുക്കുന്നത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത ഒരു പ്രതിയെ അവിടുത്തെ പോലീസ് കൊല്ലപ്പെട്ട യുവാവിൻ്റെ സഹോദരനെയാണ് ഏൽപ്പിക്കുന്നത്. 300 കിലോമീറ്ററോളം ആ യുവതിയെയും കൊണ്ടാണ് കൊല്ലപ്പെട്ട യുവാവിൻ്റെ സഹോദരൻ സനയിലെ ജയിലിലെത്തുന്നത്. ഒരു അതിവൈകാരികമായിട്ടുള്ള ആ നിമിഷത്തിൽ എവിടെ വെച്ചും നിമിഷയെ ഇല്ലാതാക്കാൻ കൊല്ലപ്പെട്ട യമനി യുവാവ് തലാലിൻ്റെ സഹോദരൻ സാധിക്കുമായിരുന്നു. പക്ഷേ ആ സഹോദരൻ ദൈവഭയം കൊണ്ട് തന്നെയാണ്, അള്ളാഹുവിലുള്ള അദ്ദേഹത്തിൻ്റെ അചഞ്ചലമായ വിശ്വാസമാണ് ഒരുപക്ഷെ ആ പെൺകുട്ടിക്ക് പോകുന്ന വഴിയിൽ ഭക്ഷണമെല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ട് യമനിലെ ജയിലിൽ എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാരണം, അതിവിശാലമായ മനസ്സുള്ളവരും അളവറ്റ സ്നേഹമുള്ളവരും നിർമ്മലരും സത്യസന്ധരും കൂടിയായിട്ടുള്ള ഒരു സമൂഹമാണ് യമനികൾ എന്ന് സൂചിപ്പിക്കാനാണ്. യമനിലാകട്ടെ ഈ ജയിലിൽ എത്ര വർഷവും തടവിലായിട്ടും ആ സഹോദരിക്ക് ഒരു ബുദ്ധിമുട്ടും ജയിലിനകത്തുണ്ടായിട്ടില്ല എന്നതാണ് ആ സഹോദരിയുമായി നിമിഷയുമായി സംസാരിച്ചപ്പോൾ നിമിഷ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിമിഷയ ജയിലിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് ഒരിക്കലും ഒരിടത്തും ഒരു പരാമർശവും നടത്തിയിട്ടില്ല. നീതിന്യായ വ്യവസ്ഥയുടെ അടിത്തറയിൽ അവർ ജയിലിൽ കഴിയുമ്പോഴാണ്, വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുമ്പോഴാണ് ലോക കേരള സഭ 2019 തിരുവനന്തപുരത്ത് സമ്മേളിക്കുന്നത്. ഞാനടക്കമുള്ള ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ലോക കേരള സഭ അംഗങ്ങൾ അവിടെ സമ്മേളിക്കുമ്പോൾ ലണ്ടനിൽ നിന്നുള്ള ലോക കേരള സഭാ പ്രതിനിധി ജയൻ, ഇടപ്പാൾ സ്വദേശിയായിട്ടുള്ള ജയൻ ആണ് ഞങ്ങളുടെയെല്ലാം ശ്രദ്ധയിൽ ഈ വിഷയത്തെ കൊണ്ടുവന്നത്. അതിന് തൊട്ടു മുമ്പ് യമനിലുണ്ടായിരുന്ന സാമൂഹ്യ പ്രവർത്തകനും മലയാളികളും എല്ലാം തന്നെ ഈ വിവരം അറിഞ്ഞിരുന്നു. അങ്ങനെ കേരളത്തിലും ഡൽഹിയിലുമുള്ള 2-3 ആളുകൾ ഈ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. അവരുടേതായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി എന്ന് പറയുമ്പോൾ അവർ കാര്യമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അവർക്ക് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് പാലക്കാട് കൊല്ലങ്കോടുണ്ടായിരുന്ന ഒരു കൊച്ചു കിടപ്പാടം വിറ്റ് നിമിഷപ്രിയയുടെ കേസ് നടത്താൻ വേണ്ടി വിനിയോഗിക്കാൻ അമ്മ തയ്യാറാവുകയുണ്ടായി. അവിടെയൊന്നും ഫലപ്രാപ്തിയിലൊന്നും എത്താത്തപ്പോഴാണ് കൂടുതൽ ശക്തമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയാണ് ലോക കേരള സഭയുടെ മുമ്പാകെ ഈ വിഷയം കൊണ്ടുവന്നത്. ലോക കേരള സഭയിൽ ഈ വിഷയം കൊണ്ടുവരികയും പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് സംഘടിക്കുകയും ചെയ്തു. സംഘടിക്കുക എന്ന് പറഞ്ഞാൽ ലോക കേരള സഭയുടെ വിവിധ രാജ്യങ്ങളിലുള്ള പ്രതിനിധികളടങ്ങുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരു ജനറൽ കൗൺസിൽ നിമിഷപ്രിയയുടെ പേരിൽ രൂപീകരിക്കുക എന്നതാണ് ആദ്യം ചെയ്തത്. ആ ജനറൽ കൗൺസിലിനകത്തേക്ക് വിവിധ മാധ്യമങ്ങളുടെ പ്രതിനിധികൾ, സാമൂഹ്യ പ്രവർത്തകന്മാർ, അതേപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തകന്മാർ, ഇക്കാര്യത്തിൽ താല്പര്യമുള്ള നിരവധി വ്യക്തിത്വങ്ങൾ, ഇവരെയെല്ലാം ഞങ്ങൾ ഈ നിമിഷപ്രിയ ജനറൽ കൗൺസിലിൻ്റെ ഭാഗമാക്കി. ആ കൗൺസിലിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, ഒരു കോർ കമ്മിറ്റിയാണ് ഇക്കാലം അത്രയും കഴിഞ്ഞ 5 വർഷക്കാലമായി 6 വർഷക്കാലമായി ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ
ലോകത്തിൻ്റെ ശ്രദ്ധയിൽ, ലോക മലയാളികളുടെ ശ്രദ്ധയിൽ ഈ വിഷയത്തെ കൊണ്ടെത്തിക്കുക എന്നതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടിയിരുന്ന കടമ. ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി തെറ്റിദ്ധാരണജനകമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അന്നും ഇന്നും കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആക്ഷൻ കൗൺസിലിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് സങ്കീർണമായിരുന്നു. ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും അതിൻ്റെ ഭാരവാഹികളായി ജനറൽ കൺവീനറായി ശ്രീ ജയൻ എടപ്പാൾ UK നിന്ന്, ചെയർമാനായി ജാബർ മാളിയക്കൽ തലശ്ശേരി ഒമാനിലായിരുന്നു, അദ്ദേഹം സാമൂഹ്യ പ്രവർത്തകനാണ്. ട്രഷററായി ഞാനും, അതുപോലെ രക്ഷാധികാരിയായി മൂസമാഷ്, OV മുസ്തഫ, ഇങ്ങനെ ഓരോരുത്തരെയും പേര് ഞാൻ മറന്നു പോകുന്നുണ്ട്. ആഷിഖ് ജോയിൻറ്റ് സെക്രട്ടറിയായി UK നിന്ന്. അങ്ങനെ വിവിധ വ്യക്തിത്വങ്ങൾ. ഒമാനിൽ തന്നെ ജോലിയുണ്ടായിരുന്ന സജീവ് ഇപ്പോൾ നാട്ടിലാണ്. കേരള പ്രവാസി സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം അടക്കമുള്ള ഒരു വിങ്, ഒരു കോർ കമ്മിറ്റി ഞങ്ങൾ പ്രവർത്തിച്ചു വരികയാണ്. ആ കോർ കമ്മിറ്റി ഇവിടെ മുമ്പിലുണ്ടായിരുന്ന ദൗത്യം, ഈ കേസിൽ സുപ്രീം കോടതിയിൽ അനുകൂലമായി ഒരു വിധി നിമിഷപ്രക്രിയയ്ക്ക് ലഭിക്കാത്തതുകൊണ്ട്, കീഴ്ക്കോടതിയിൽ ലഭിക്കാത്തതുകൊണ്ട് സുപ്രീം കോടതിയിൽ ഒരു അപ്പീൽ നൽകുന്നതിന് ഒരു വക്കീലിനെ ഇന്ത്യ ഗവൺമെൻറ് ചുമതലപ്പെടുത്തണമെന്നായിരുന്നു ഞങ്ങളുടെ ആവശ്യം. നിരന്തരമായ സമ്മർദ്ദത്തെ തുടർന്ന് എംബസിയിൽ നിന്ന് യമൻ പൗരനായ ഒരു വക്കീലിനെ ഈ കാര്യത്തിൽ നിയോഗിച്ച് കിട്ടി. യമനിലെ എംബസി ജിബൂട്ടി എന്ന് പറയുന്ന രാജ്യത്താണ് പ്രവർത്തിച്ചിരുന്നത്. യമനിലുമായി ഇന്ത്യക്ക് നേരിട്ടുള്ള നയതന്ത്ര ബന്ധങ്ങൾ ഇപ്പോഴില്ല. അതുകൊണ്ട് ജിബൂട്ടി എന്ന് പറയുന്ന പ്രദേശത്താണ് ഇന്ത്യൻ എംബസി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആ എംബസിയുടെ ശ്രദ്ധയിൽ നിമിഷപ്രിയ കേസ് നിരന്തരം തെര്യപ്പെടുത്തുകയും അവരുടെ ഇടപെടലിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. നിമിഷപ്രിയയെ കാണാൻ മകളെയും നിമിഷപ്രിയയുടെ അമ്മയെയും യമനിലേക്ക് അയക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു. കൊല്ലപ്പെട്ട യമനി യുവാവിൻ്റെ കുടുംബവുമായി നേരിട്ട് കാണുകയും സങ്കടം പറയുകയും ചെയ്താൽ തീർച്ചയായും ആ കുടുംബത്തിൽ നിന്ന് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചത്. ആ ആഗ്രഹമാണ് ദില്ലി ഹൈക്കോടതിയിൽ ഈ കമ്മിറ്റിയുടെ നിയമസഹായ കമ്മിറ്റി കൺവീനറായി പ്രവർത്തിക്കുന്ന അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ഒരു കേസ് ഫയൽ ചെയ്തു. നിമിഷപ്രിയ കേസിൽ ഞങ്ങൾ നൂറുകണക്കിന് ഇമെയിൽ സന്ദേശങ്ങൾ വിവിധ മന്ത്രാലയങ്ങൾക്ക് നൽകുകയുണ്ടായി. നിർഭാഗ്യവശാൽ ഒരു മെയിലിന് പോലും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഉത്തരം ഞങ്ങളുടെ മെയിലിലേക്ക് വന്നിട്ടില്ല. ഏത് ഭരണാധികാരിക്കും ഒരു പരാതി, ഒരു നിവേദനം ചെന്നാൽ നിങ്ങളുടെ പരാതി ഇവിടെ കിട്ടിയിരിക്കുന്നു, അതിൻ്റെ ആക്ഷൻ ഇന്നതാണ്, ഇത്ര നമ്പർ വെച്ച് നിങ്ങൾ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്കതിന് ഉത്തരം ലഭിക്കും എന്ന് ഒരു മറുപടി കിട്ടുന്ന സാഹചര്യം ഇന്ത്യയിലുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നിമിഷപ്രിയയ്ക്ക് വേണ്ടി അയച്ച ഒരു സന്ദേശത്തിനും വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് നിമിഷപ്രിയ ആക്ഷൻ കമ്മിറ്റിക്ക് ഒരു മറുപടിയും വന്നിട്ടില്ല. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടി പറയുകയല്ല. ഒരു കേസിനെ, പ്രവാസികളുടെ വിഷയത്തെ, ലോകത്തെമ്പാടുമുള്ള പ്രവാസികളാണല്ലോ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ഇത്രയേറെ പരിപോഷിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു പ്രവാസി സമൂഹത്തിന് ഒരു പരാതി ഉണ്ടായാൽ, ഒരു വിഷമമുണ്ടായാൽ അതിൽ പ്രതികരിക്കുക എന്നുള്ള പ്രാഥമികമായ ഒരു ചുമതല ഭരണനിർവഹണക്കാർ കാണിക്കേണ്ടതായിരുന്നു എന്നുള്ള ഒരു സങ്കടവും പരിവേദനവുമാണ് എനിക്ക് മുമ്പിൽ വെക്കാനുള്ളത്. ഏതായാലും നിമിഷപ്രിയ കേസിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നൽകിയിട്ടുള്ള അപേക്ഷയെ തുടർന്ന് ഞാനുമടക്കമുള്ള 4-5 ആളുകളെ യമനിലേക്ക് അയക്കണം എന്നുള്ള ആവശ്യമായിരുന്നു സുഭാഷ് ചന്ദ്രൻ അവിടെ വെച്ചിട്ടുള്ളത്. പക്ഷേ നിമിഷപ്രിയയുടെ അമ്മയെ
വിദേശത്തേക്ക് യമനിലേക്ക് അയക്കാനുള്ള അനുമതി മാത്രമാണ് കേന്ദ്ര ഗവൺമെൻറ് നൽകിയത്. എന്തായാലും അമ്മ ഇപ്പോൾ യമനിൽ നിൽക്കുകയാണ്. ഞങ്ങൾ നിമിഷപ്രിയയുടെ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ ആ ആക്ഷൻ കമ്മിറ്റിയുടെ ചെലവിലാണ് അമ്മയെ ഞങ്ങൾ യമനിലേക്ക് അയച്ചത്. സാമുവൽ ജെറോം എന്ന് പറയുന്ന യമനിൽ ജീവിക്കുന്ന, അവിടെ ജോലി ചെയ്യുന്ന ഒരു തമിഴ് വംശജനായിട്ടുള്ള സഹോദരൻ്റെ കൂടെയാണ് അമ്മ അങ്ങോട്ട് പോയത്. ഇപ്പോഴും ഏതാണ്ട് ഒന്നര വർഷത്തോടടുക്കാറായിരിക്കുന്നു അമ്മ സാമുവൽ ജെറോമിനൊപ്പം കഴിയുകയാണ്. ഞങ്ങൾ ആ കേസിൽ നിമിഷപ്രിയയുടെ അമ്മയെ അവിടെ എത്തിച്ചത് ആ കുടുംബത്തിലേക്ക് ചെന്ന് സങ്കടം പറയാൻ വേണ്ടിയായിരുന്നു. പക്ഷേ നിമിഷപ്രിയയെ ജയിലിനകത്ത് പോയി കാണുക എന്ന ദൗത്യം മാത്രമാണ് അവിടെ നിർവഹിക്കപ്പെട്ടത്. മറ്റൊരു കാര്യവും ആ കുടുംബത്തിലേക്ക് ഈ അമ്മയെ എത്തിക്കാൻ നിർഭാഗ്യവശാൽ ഞങ്ങൾ ചുമതലപ്പെടുത്തിയ വ്യക്തിക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ നിമിഷപ്രിയ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് സാമുവൽ അമ്മ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞങ്ങളോട് ആവശ്യപ്പെട്ടത് നെഗോഷിയേഷൻ ചർച്ചയ്ക്ക് വേണ്ടി ഒരു $4,000 ചെലവ് വരും എന്നാണ്. അന്ന് ഞങ്ങൾ ആക്ഷൻ കൗൺസിലിന് അക്കൗണ്ട് ആരംഭിച്ചിട്ടില്ല, ഫണ്ട് പിരിവ് ആരംഭിച്ചില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ആ അമ്മ പോകുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഈ നെഗോഷിയേഷൻ ചർച്ച അവിടെ കുടുംബവുമായി ബന്ധപ്പെടാൻ $4,000 വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കൺവീനറായിട്ടുള്ള ജയനാണ് അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ ഇതിനായി ഡോളറാക്കി യമനിൽ എത്തിച്ചു കൊടുത്തത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഖത്തറിലുണ്ടായിരുന്ന സംസ്കൃതിയുടെ നേതാവായിരുന്ന ബാബുവേട്ടൻ, അതുപോലെ ഇങ്ങനെ പലരും ചെറിയ ചെറിയ സംഖ്യകൾ സമാഹരിച്ചാണ് $4,000 സാമുവലിനെ ഏൽപ്പിച്ചത്. അത് നേരിട്ടുള്ള വിനിമയമായിരുന്നു, എംബസി അക്കൗണ്ട് വഴിക്കല്ല പോയത്. ആ $4,000 കൊടുക്കുമ്പോഴും ആ കുടുംബവുമായി നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ ഞങ്ങൾക്ക് എത്തിക്കണം എന്ന് ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ചർച്ച നടത്തിയതിൻ്റെയും തെളിവോ സാക്ഷ്യമോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ടോ ഞങ്ങളെ അറിയിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. ഈ കേസിൻ്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ യമനിൽ മറ്റൊരു സാഹചര്യവും നമുക്കില്ലാത്തതുകൊണ്ട്, യമനിൽ ഇന്ത്യയുമായി ഒരു നയതന്ത്ര ബന്ധമില്ലാത്തതുകൊണ്ട്, ആർക്കും യമനിൽ പോയി ഒരു കാര്യം അന്വേഷിക്കാനുള്ള ഒരു വേദിയില്ലാത്തതുകൊണ്ട് സാമുവൽ ജെറോം പറയുന്നത് മുഴുവൻ വിശ്വസിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞങ്ങൾ ആക്ഷൻ കമ്മിറ്റിക്ക് ഉണ്ടായിരുന്നത്. തൊട്ടു പിന്നാലെയാണ് അമ്മ അവിടെ എത്തുന്നതിന് തൊട്ടു മുമ്പ് സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ചതിന് ശേഷമാണ് അമ്മ അവിടെ എത്തുന്നത്. സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ചു എന്ന് കേട്ടപ്പോൾ നെഗോഷിയേഷൻ നടത്തണമെങ്കിൽ വലിയ ഒരു സംഖ്യ ചിലവാകും. കാരണം ആ സംഖ്യ ചിലവാക്കുന്നത് അവിടെയുള്ള ഈ പണ്ഡിത സമൂഹത്തെ സ്വാധീനിക്കണം. അങ്ങനെ സ്വാധീനിക്കാൻ ആവശ്യമായിട്ടുള്ള ചെലവുകൾക്കാണ് $40,000 വേണം എന്ന ആവശ്യം ഉന്നയിച്ചത്. നേരത്തെ $4,000 കൊടുത്തതിന് ഒരു കണക്കും തരാത്തതിൻ്റെ ഈർഷ്യയും സങ്കടവും ദേഷ്യവുമെല്ലാം ഉണ്ടായിരുന്നിട്ടും $40,000 കൊടുക്കണം എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പക്ഷേ ഞങ്ങൾ ആരംഭിച്ച അക്കൗണ്ടിൽ $1 പോലും ഉണ്ടായിരുന്നില്ല. പാലക്കാട് സ്റ്റേറ്റ് ബാങ്കിൽ ഞങ്ങൾ ഈ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ടുള്ള പാറ്റേണായിട്ടുള്ള മൂസമാഷ്, അതുപോലെ നെന്മാറ MLA ആയിട്ടുള്ള ബാബുവേട്ടൻ, ഞാനടങ്ങുന്ന 3 ആളുകളുടെ പേരിലുള്ള ജോയിൻറ്റ് അക്കൗണ്ടാണ് പാലക്കാട്ട് ക്രിയേറ്റ് ചെയ്തത്. ആ അക്കൗണ്ടിൽ ഒരു പൈസയില്ലാത്ത സമയത്താണ് $40,000 എന്ന സാമുവലിൻ്റെ കണ്ടീഷന് ഞങ്ങൾ കീഴ്പ്പെടുന്നത്. അങ്ങനെ അത് സമാഹരിക്കാൻ എന്തുണ്ട് വഴി എന്നുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ 3 പേരും പാലക്കാട് പ്രസ് ക്ലബ്ബിൽ ഒരു പത്രസമ്മേളനം നടത്തുന്നത്. ആ പത്രസമ്മേളനം ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകന്മാർ ലൈവായി ലോകത്തെ അറിയിക്കുകയും ആ ലോകത്തെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് കുറേ സംഖ്യകൾ നമുക്ക് ആ അക്കൗണ്ടിലേക്ക് വന്നു ചേരുകയും ചെയ്തു. തുടർന്ന് മറ്റൊരു ഓൺലൈൻ മാധ്യമം ഞാനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രത്യേക ആ ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്കാവശ്യമുള്ള പണത്തിലേക്ക് നാം കമ്മിറ്റി എത്തുകയായിരുന്നു. ഏതാണ്ട് 50 ലക്ഷത്തോളം രൂപ അക്കൗണ്ടിലേക്ക് എത്തുന്ന സ്ഥിതി രൂപപ്പെട്ടു. 50 ലക്ഷം രൂപയാകുന്നതിന് മുമ്പേ ഏതാണ്ട് $20,000 സമാനമായ ഇന്ത്യൻ രൂപ അക്കൗണ്ടിൽ എത്തുമ്പോൾ തന്നെ $20,000
ഞങ്ങൾ അക്കൗണ്ടിലൂടെ, അതായത് MAയുടെ അക്കൗണ്ടിലൂടെ, വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അക്കൗണ്ടിലൂടെ ഞങ്ങൾ ഇന്ത്യൻ എംബസിക്ക് കൈമാറി. കാരണം ഈ അക്കൗണ്ട് എന്ന് പറയുന്നത് സ്ഥാപിച്ചെടുക്കാനും ഞങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിലും ഡൽഹി കോടതിയിലുമെല്ലാം ഞങ്ങൾ ശ്രമിക്കേണ്ട അതിൻ്റെ ഭാഗമായിട്ട് തുറന്നു കിട്ടിയതാണ് ആ അക്കൗണ്ട്. ആ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ $20,000 അയച്ചു കൊടുത്തത്. $20,000 അയച്ചു കൊടുത്തത് 2024 ആദ്യമാണ്. ആ 2024 ആദ്യം ഈ $20,000 അയച്ചു കൊടുത്തിട്ടും എന്താണ് നടക്കുന്നത് എന്നുള്ള ഒരു ചർച്ചയുടെ ഒരു റിസൾട്ട് ഞങ്ങൾക്ക് ലഭ്യമായില്ല. 7 മാസം ഞങ്ങൾ കാത്തുനിന്നു. അദ്ദേഹം ഞങ്ങൾ ഈ കാര്യമൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ അദ്ദേഹം സാമുവൽ ജെറോം ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ അക്കൗണ്ടിൽ പണം അയച്ചത് ഇന്ത്യൻ എംബസിക്കാണ്. എനിക്ക് നിങ്ങളോട് ഇതിനൊന്നും മറുപടി പറയേണ്ട ഉത്തരവാദിത്വമില്ല. നിങ്ങളോട് ഞാനൊരു പൈസയും കൈപ്പറ്റിയിട്ടില്ല എന്നിത്യാദിയിലുള്ള വാദങ്ങളാണ് സാമുവൽ ജെറോം ഞങ്ങളോട് പറഞ്ഞത്. ഞങ്ങളതിനും നിസ്സഹായതയോടെ നിൽക്കുകയല്ലാതെ ഞങ്ങൾക്കതിനൊന്നും റിയാക്ട് ചെയ്യാൻ കഴിയാത്ത ബന്ധനസ്ഥനായ രീതിയിലാണ് ഒരു കമ്മിറ്റി നിലകൊണ്ടത്. അദ്ദേഹം പറയുന്നതിലെ യുക്തിയും അതിലെ ഔചിത്യമില്ലായ്മയും ഞങ്ങൾക്ക് ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല. അവിടെ ഇന്ത്യൻ എംബസി ചുമതലപ്പെടുത്തിയ ഒരു യമനി പൗരൻ വക്കീലും, അതിന് ഇന്ത്യൻ എംബസിയാണ് അതിൻ്റെ ചെലവ് വഹിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസിയുടെ ഭാഗമായിട്ടുള്ള യമനിലെ 2 യമനികളും ചേർന്നുകൊണ്ട്, അവരുടെ ഒന്നും പേര് ഞാനിവിടെ പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ അവർ നടത്തിയിട്ടുള്ള നെഗോഷിയേഷൻ എന്താണ്, കുടുംബത്തിലേക്ക് എത്രമാത്രം അവരെത്തിച്ചേർന്നു എന്നുള്ളതും ഇപ്പോഴും ഞങ്ങളുടെ കമ്മിറ്റിക്ക് ഇതുവരെ ബോധ്യം വന്നിട്ടില്ല. 7 മാസത്തിന് ശേഷം $20,000 അയച്ചു കൊടുത്ത് 7 മാസത്തിന് ശേഷവും വീണ്ടും സാമുവൽ ഇടപെടുന്നത് ബാക്കി ഡോളറിൻ്റെ ആവശ്യത്തിനായി $20,000 കൂടി അടിയന്തരമായി കിട്ടണം. അടിയന്തരമായി കിട്ടിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് കമ്മിറ്റി ചർച്ചകൾ ബ്ലോക്കായി പോകുമെന്നൊക്കെ രീതിയിലുള്ള ചില സംസാരമാണ് അദ്ദേഹം നടത്തിയത്. ഇക്കാര്യത്തിൽ കമ്മിറ്റിക്കകത്ത് അഭിപ്രായ വ്യത്യാസമുണ്ടായി. ആദ്യത്തെ $20,000 കൊടുത്തതിൽ ഒരു തീരുമാനവും വരാതെ എന്ത് ചർച്ചയാണ് നടന്നത്, കുടുംബത്തിലേക്ക് എത്തിയിട്ടുണ്ടോ, കുടുംബം ഈ കാര്യത്തിൽ ഒത്തുതീർപ്പിന് തയ്യാറായിട്ടുണ്ടോ, കുടുംബം നിങ്ങളുമായി സംസാരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഷെയ്ഖുമായി ഇരിക്കുന്നതിൻ്റെ ജസ്റ്റ് ഏതെങ്കിലും 2 യമനികളെ ഇരുത്തി ഒരു ഫോട്ടോ എങ്കിലും ഉണ്ടോ എന്നിത്യാദി ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചിട്ടും അതിനും ഉത്തരവുണ്ടായില്ല. രണ്ടാമത്തെ ഗഡു പണം അയച്ചു. ഞങ്ങളെ ട്രഷർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു കൺസെൻറ്റോട് കൂടിയല്ല പണം അയക്കുന്നത്. പണം അയച്ചു കൊടുത്തു. അയച്ചു കൊടുത്ത പണം കിട്ടിയ ആ സെക്കൻഡിൽ, എംബസിയിലേക്ക് പണം ചെന്ന ആ സെക്കൻഡിൽ ഈ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടാക്കിയ കോർ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നും അതുപോലെ തന്നെ ജനറൽ കൗൺസിൽ ഗ്രൂപ്പിൽ നിന്നും സാമുവൽ ജെറോം ലെഫ്റ്റ് അടിച്ചു പോയി. വളരെ നിരാശാജനകവും സങ്കടകരവുമായി ഞങ്ങളെ ഇരുട്ടത്ത് നിർത്തുകയും വെയിലത്ത് നിർത്തുകയും ആക്ഷൻ കമ്മിറ്റിയുടെ ദീർഘമായ 4-5 വർഷക്കാലത്തെ ശ്രമകരമായ ജോലി, ഞങ്ങളുടെ എല്ലാം ജോലിയും സമയവും എല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. അങ്ങനെ പ്രവർത്തിക്കുന്ന ആളുകളോടാണ് ഒരു ദയവുമില്ലാത്ത മനുഷ്യൻ ഞങ്ങളോട് പെരുമാറിയത് എന്നുള്ള സങ്കടം ഇപ്പോഴും ഞങ്ങൾക്ക് ബാക്കി നിൽക്കുകയാണ്. എന്തായാലും അത്തരം വിവാദ ചർച്ചകളിലേക്ക് പോകാനല്ല ആഗ്രഹിക്കുന്നത്. പക്ഷേ ഒരു കാര്യം വസ്തുതയായി നമ്മൾ സംസാരിക്കാൻ വേണ്ടി നാം തയ്യാറാകണം. വസ്തുതയായി ഉൾക്കൊള്ളാൻ വേണ്ടി തയ്യാറാണ്. ഒരു തുള്ളി വേർപ്പ് ഈ $40,000 സമാഹരിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കാത്ത ആളുകൾ ഇപ്പോഴൊക്കെ ഇതിൻ്റെയൊക്കെ വലിയ ആളുകളായിട്ട് മീന് നടിച്ച് അവിടെയും ഇവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. ചില ആളുകൾ ഈ മിഷൻ തന്നെ പൊട്ടിക്കണം എന്നുള്ള രീതിയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ഈ 16-ാം തീയതി, അതായത് ഇന്നത്തെ ദിവസമാണ് അത് 16-ാം തീയതി നടക്കുമെന്നുള്ള ഉത്തരവ് കിട്ടിയത്. ആ ഉത്തരവ് ലഭിക്കുമ്പോൾ ഈ നാട്ടിലായിരുന്നു സാമുവൽ ജെറോം. അദ്ദേഹം ഓടിപ്പിടിച്ച് യമനിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ആ ഓടിപ്പിടിച്ച് പോയ പോക്കിലാണ് അദ്ദേഹം പലതും ബന്ധപ്പെട്ടിരിക്കുന്നു, അത് ചെയ്തിരിക്കുന്നു, ഇത് ചെയ്തിരിക്കുന്നു എന്നൊക്കെയുള്ള അവകാശവാദങ്ങൾ. അതിനെയും ഞങ്ങൾ നിരാകരിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്നില്ല. പക്ഷേ ഒരു വസ്തുത അപ്പോഴും ബാക്കി നിൽക്കുകയാണ്. ഈ $40,000 ചെലവഴിച്ച് എന്ത് ചെയ്തു എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന് മറുപടി ഉണ്ടാകണം. അദ്ദേഹം അപ്പോഴും നമ്മളോട് പറയുക, നിങ്ങൾ പണം അയച്ചത് ഇന്ത്യൻ എംബസിക്കാണ്, സാമുവലാണ് പണം വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ പണം അയച്ചത് എംബസിക്കാണെങ്കിലും അതിൻ്റെ കൈമാറ്റം ആര് മുഖേനയാണ് നടക്കേണ്ടത്?
തീർച്ചയായും സാമൂഹ്യം അറിയാതെ ആ പണത്തിൻ്റെ കൈമാറ്റമോ വിനിമയമോ നടക്കില്ല. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഞങ്ങളോട് കാണിക്കേണ്ടതല്ലേ? എല്ലാം അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കുന്നത് കട്ട് ഓഫ് ഡേറ്റ് വെച്ചു. ഇതിനിടയിൽ പല തരത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ ഒരു വർഷം 2024 23 എല്ലാമുള്ള വർഷം 2022 വർഷം, ഈ വർഷത്തിൽ കേരളത്തിലെ എല്ലാ ആളുകളെയും ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട്. എല്ലാ ആളുകളെയും സമീപിച്ചിട്ടുണ്ട്. ഞങ്ങൾ സമീപിക്കാത്ത രാഷ്ട്രീയക്കാർ കേരളത്തിലില്ല. ഞങ്ങൾ മാരാർജി ഭവനിലും AKG ഭവനിലും അതേപോലെ പാണക്കാട്ട് എല്ലാ തറവാടുകളിലും അതുപോലെ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ ഏത് കക്ഷി രാഷ്ട്രീയം ഇക്കാര്യത്തിലില്ല. ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം ഷെയ്ഖുന ഗ്രാൻഡ് മുഫ്തി, ഇന്ത്യയുടെ ലോകത്ത് അദ്ദേഹത്തെ ആദരിക്കാത്ത അറിയാത്ത ഒരു മുസ്ലിം പണ്ഡിതനുണ്ടാവില്ല. എല്ലാ വിഭാഗം ഷിയാക്കാരനായാലും അതുപോലെ തന്നെ സുന്നികളായാലും ലോകത്ത് അദ്ദേഹത്തെ അറിയാത്ത ഒരു പണ്ഡിതനും മുസ്ലിം സമുദായത്തിൽ ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിൻ്റെ തെളിവാണല്ലോ കഴിഞ്ഞ ദിവസം അദ്ദേഹം നടത്തിയ നീക്കങ്ങൾ. കഴിഞ്ഞ 14-ാം തീയതി സുപ്രീം കോടതിയിൽ എൻ്റെ കൂടി വക്കാലത്തിൽ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നൽകിയ സുപ്രീം കോടതിയിലെ ഹർജി, ആ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ 14-ാം തീയതി ആ സുപ്രീം കോടതി വിചാരണ നടക്കുമ്പോൾ അതിലെ പരാതിക്കാരൻ എന്ന നിലക്ക്, കക്ഷി എന്ന നിലക്ക് ഞാനത് ഓൺലൈനിൽ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ്, വിചാരണ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അറ്റോർണി ജനറൽ എന്താണ് പറഞ്ഞത്? വെങ്കിട്ടരമണൻ അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ ഗവൺമെൻറ് അഭിപ്രായമാണ്. എന്താണ് ഇന്ത്യ ഗവൺമെൻറ് അഭിപ്രായം? ഞങ്ങൾക്കൊന്നും ഇതിൽ ചെയ്യാനില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. പിന്നെ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള ഷെയ്ഖുമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ എന്നുള്ള പരാമർശം. ആ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിസ്സഹായത നമുക്ക് മനസ്സിലാവും. കാരണം ഇന്ത്യ ഗവൺമെൻറ് നിസ്സഹായത എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല, ഒന്ന്. മറ്റൊന്ന്, അവരുടെ മേൽ സ്വാധീനമുള്ള ഒരു രാജ്യമെന്ന് പറയുന്നത് ഇറാനാണ്. ഇറാനുമായി ഈ യുദ്ധകാലത്തൊക്കെ നടന്നിട്ടുള്ള ഇറാനുമായിട്ടുള്ള നമ്മുടെ നല്ല ബന്ധങ്ങൾ ഉരുകിപ്പോയിരിക്കുന്നു. കാരണം ഇറാനിൽ ബോംബ് വർഷിക്കുമ്പോഴും അതിനെ അപലപിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഇന്ത്യ തയ്യാറായിട്ടില്ല. സ്വാഭാവികമായും ഇറാൻ എന്ന് പറയുന്ന ആ രാജ്യം ഇന്ത്യയുടെ എക്കാലത്തെയും സൗഹൃദമുള്ള രാജ്യമാണ്. ആ രാജ്യത്തോട് ഒരു അപേക്ഷ പറയുകയായിരുന്നെങ്കിൽ, നിങ്ങളൊന്ന് ഇടപെട്ട്, ഹൂത്തികളുടെ ഇടയിൽ സ്വാധീനമുള്ള രാജ്യം എന്ന് പറയുന്നത് ഇറാൻ മാത്രമാണ്, ഹൂത്തികളെ അംഗീകരിച്ച രാജ്യം എന്ന് പറയുന്നതും ഇറാൻ മാത്രമാണ്. ആ ഇറാനോട് ഒരു അരപ്പായി കടലാസിലൊരു റിക്വസ്റ്റ് ബഹുമാനപ്പെട്ട അവിടുത്തെ ഇറാനിലെ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരിക്കോ നൽകി ഈ നിമിഷപ്രിയയെ അവരുടെ തെറ്റുകുറ്റങ്ങൾ മാപ്പാക്കി, അവർ ചെയ്ത തെറ്റുകുറ്റങ്ങളെ മാപ്പാക്കി തിരിച്ചയക്കണമെന്നുള്ള ഒരപേക്ഷ ഇന്ത്യ ഗവൺമെൻറ് നൽകി എന്ന് ഈ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ എല്ലാം പൊക്കിപ്പിടിച്ച് സംസാരിക്കുന്ന ആളുകൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു രേഖ കാണിച്ചു തരാൻ സാധിക്കുമോ? ഇല്ല, തീർച്ചയായും അവർക്കതിന് സാധ്യമല്ല. അപ്പോൾ രാജ്യത്തിൻ്റെ നയതന്ത്ര തലത്തിൽ ചെയ്തു തീർക്കേണ്ടുന്ന ഒരു കാര്യത്തിൽ പോലും നിസ്സഹായതയോടെ നിൽക്കുന്ന കോടതിയിൽ വന്ന് കൈകെട്ടി നിന്ന് ഞങ്ങൾക്കൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞെടുത്താണ് ഞങ്ങൾ അഭിമന്യനായിട്ടുള്ള ഷെയ്ഖുന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ മുമ്പിൽ അഭയം തേടുന്നതും. ഈ രംഗത്ത് ഒരുപാട് ആളുകൾ ഈ മിഷനുമായി സഹകരിച്ചിട്ടുണ്ട്. അതേ സ്ഥാനത്ത് ഇതിൻ്റെ ഒരു ക്രെഡിറ്റും ഞങ്ങളാരും ആവശ്യപ്പെടുന്നില്ല, ഒരു ക്രെഡിറ്റും. നാളെ ഇപ്പം ഏത് ആളുകളാകട്ടെ, നാളെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നേരിട്ട് പോയി അവിടെ ചർച്ച നടത്തി ഈ പാവപ്പെട്ട പെൺകുട്ടിയെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു സ്ഥിതി ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായും അവരുടെ പക്ഷത്ത് അവർക്ക് വേണ്ടി വാദിക്കാൻ, വളരെ ശക്തമായി വാദിക്കാൻ വേണ്ടി വ്യക്തിപരമായി ഞാൻ തയ്യാറാകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ലക്ഷ്യം ഒന്ന് മാത്രം, നിമിഷപ്രിയയെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തിക്കണം. വല്ലാത്തൊരു സാഹചര്യത്തിൽ അവരൊരു കുറ്റവാളിയായി. ആ സാഹചര്യത്തെക്കുറിച്ചൊന്നും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ തയ്യാറില്ല. ആ കുടുംബത്തിൻ്റെ കാൽക്കൽ വീണ് ആ നിമിഷപ്രിയയുടെ കയ്യാൽ കൊല്ലപ്പെട്ട ആ യമനി യുവാവ്, ആ യുവാവിൻ്റെ കുടുംബത്തിൻ്റെ അമ്മയെ, ആ ബാപ്പയെ, സഹോദരങ്ങളെ അവരുടെ കാൽക്കൽ വീണുകൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്, എങ്ങനെയെങ്കിലും ഈ യുവതിയെ, ഈ ചെറുപ്പക്കാരിയെ അവരുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ നാട്ടിലേക്ക് തിരിച്ചയക്കണം, ഇന്ത്യയിലേക്ക് തിരിച്ചയക്കണം. അവരോട് നിരപാധികമായി നിങ്ങൾ ക്ഷമിക്കണം. ഇസ്ലാമിൻ്റെ അന്തസത്ത ഏറ്റവും ഉന്നതിയിൽ ഉയർത്തിക്കാണിക്കുന്ന 3 കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന്, നിരപാധികം നിങ്ങൾക്ക് അവരെ വിട്ടയക്കാം, ഒരു കാശും വാങ്ങാതെ നിങ്ങൾക്ക് അവരെ വിട്ടയക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്
ബ്ലഡ് മണി റിയാ പണം വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് അവരോട് മാപ്പിരക്കാം. സൗദി അറേബ്യയിൽ പല ഘട്ടങ്ങളിലായി നടന്നിട്ടുള്ള പല ഇതുപോലെയുള്ള കേസുകളിൽ ബ്ലഡ് മണി കൊടുത്തുകൊണ്ട് കുറ്റവാളിക്ക് മാപ്പ് കൊടുത്ത ചരിത്രം ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഏറ്റവും ഒടുവിലാണല്ലോ നമ്മുടെ അബ്ദുറഹീം കേസ്. ആ കേസിൽ അവിടെയുള്ള മലയാളികൾ, കേരളത്തിലുള്ള മലയാളികൾ, ലോകത്തുള്ള മലയാളികൾ കൂട്ടായ്മയോടെ പ്രവർത്തിച്ചപ്പോഴാണ് അവിടെ ആ കുടുംബം ഇവർക്ക് മാപ്പ് കൊടുത്തു. അതേപോലെ അവർക്ക് ബ്ലഡ് മണി വാങ്ങി വേണമെങ്കിൽ ഈ കേസിൽ വിടുതൽ കൊടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ഏതെങ്കിലും നിലയിൽ വധശിക്ഷ നടപ്പാക്കണം എന്ന് മാത്രം പറയരുതേ എന്നാണ് ആ കുടുംബത്തോട് വളരെ ദയനീയമായി ഈ ആക്ഷൻ കൗൺസിലിന് വേണ്ടി കണ്ണീരോടുകൂടി ഞങ്ങൾക്കെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്. ആക്ഷൻ കൗൺസിലിന് അക്കാര്യമാണ് ബോധ്യപ്പെടുത്താൻ. ഇതിൻ്റെ ക്രെഡിറ്റ് ആരെങ്കിലും എടുക്കട്ടെ. പല ആളുകളുടെയും പേര് ഞങ്ങൾ നിയമസഭാ മന്ദിരത്തിൻ്റെ വരാന്തയിലൂടെയൊക്കെ പോകുമ്പോൾ കെട്ടുകണക്കിന് പേപ്പറുമായിട്ടാണ് ഞങ്ങൾ പോയത്. കെട്ടുകണക്കിന് പ്രിൻ്റഡ് ആയിട്ടുള്ള അപേക്ഷയുമായി നിമിഷപ്രിയക്ക് വേണ്ടി അന്ന് അവിടെ കണ്ടിട്ടുള്ള സകലമാന MLA-മാർക്കും അവിടെ ഞങ്ങൾ ഈ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കൊടുത്ത ആളുകളൊക്കെ എന്തൊക്കെ ചെയ്തു എന്നൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾക്കറിയാം. അവരോടൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിദ്വേഷമോ വെറുപ്പോ ഒന്നുമില്ല. നിങ്ങളും ഈ സമയത്ത് ഈ വിടുതൽ അല്ല, ഈ തൽക്കാലം ഈ ശിക്ഷ മാറ്റിവെച്ചപ്പോൾ ഞങ്ങളും എന്ന് പറഞ്ഞു വരുന്നത് സന്തോഷകരമായ കാര്യമാണ്. സന്തോഷകരമായി ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ ഒരു ക്രെഡിറ്റും വേണ്ട. ഞങ്ങൾ ഒരു കാര്യത്തിലും ഞങ്ങൾ ക്രെഡിറ്റ് അവകാശപ്പെടുന്നില്ല. ക്രെഡിറ്റ് അല്ല ഇവിടെ പ്രശ്നം. ഇവിടെ സുതാര്യമായി കാര്യങ്ങൾ ഇപ്പോൾ വെള്ളിയാഴ്ച കോടതിയിൽ കേസ് വീണ്ടും വരികയാണ്. സുപ്രീം കോടതി മുമ്പാകെ വെള്ളിയാഴ്ച വീണ്ടും കേസ് വരാൻ പോവുകയാണ്. ഈ കേസ് വരുമ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ തന്നെ ഇന്ത്യ ഗവൺമെൻറ് പരാമർശിച്ച അവിടുത്തെ ഷെയ്ഖുമാരുടെ ഇടപെടൽ, ആ ഷെയ്ഖുമാരുടെ ഇടപെടൽ അവിടെ കൃത്യമായി നടക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് സമാനമായിട്ടുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ആ പണ്ഡിതൻ ചുമതലപ്പെടുത്തുന്ന ഒരു വ്യക്തിയെ യമനിലേക്ക് പറഞ്ഞയക്കണം. അതിന് ഇന്ത്യ ഗവൺമെൻറ് സന്നദ്ധത കാണിക്കണം. അവിടെ അത്തരം ഒരു ആവശ്യം നമ്മുടെ ആക്ഷൻ കൗൺസിലിൻ്റെ അഭിഭാഷകൻ ഉയർത്തുമ്പോൾ അതിനെ എതിർക്കരുതേ. നിങ്ങൾ അതിനൊപ്പം നിന്നുകൊണ്ട് ആ കുടുംബത്തിന് അവിടെ സന്ദർശിക്കാൻ വേണ്ടി ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത് മർക്കസിൽ നിന്നുള്ള ബന്ധമാണ്. ആ മർക്കസിൽ നിന്ന് അവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ചെറുപ്പക്കാർ മർക്കസിനകത്തുണ്ട്. മർക്കസുമായി നിരന്തരമായ ബന്ധമുണ്ട്. അവിടെയുള്ള ഒരാളെയെങ്കിലും ഈ യമനിലേക്ക് യാത്രയാക്കി വേണമെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ് പ്രതിയെ യാത്രയാക്കിയാൽ നിമിഷ നേരം കൊണ്ട് ഈ കേസിൽ നമുക്ക് അവിടെ ഒരു ഒത്തുതീർപ്പിലെത്താൻ സാധിക്കും. അവിടുത്തെ പണ്ഡിത സഭയ്ക്ക് മുമ്പിൽ അപേക്ഷയുമായി ചെന്നാൽ അവർ നിരാകരിക്കില്ല എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനുള്ള സന്മനസ്സാണ് ഇന്ത്യ ഗവൺമെൻറ് കാണിക്കേണ്ടത്. ഞങ്ങളാരും ഒരു ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ താല്പര്യമില്ലായ്മയെ അങ്ങനെ ഒന്നും ഞങ്ങൾ ആക്ഷേപിക്കുന്നില്ല. തീർച്ചയായും ഇതുകൂടി ഇന്ത്യ ഗവൺമെൻറ്റിന് ഒരു അവസരമാണ്. കാരണം ഈ കോടതിയിൽ ഇത്തരത്തിലുള്ളൊരു ആവശ്യം ഞങ്ങളുടെ ആക്ഷൻ കൗൺസിലിന് വേണ്ടി ഉയർത്തുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡെലിഗേഷനെ അവിടെ അയച്ച് ഈ നെഗോഷിയേഷൻ ചർച്ച പൂർത്തീകരിക്കാനും അങ്ങനെ ബ്ലഡ് മണി വേണമെങ്കിൽ ബ്ലഡ് മണിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രയാസവുമില്ല. എങ്ങനെ കോടികളായിട്ടുള്ള കാര്യങ്ങളല്ല. ബഹുമാനപ്പെട്ട 2-3 വ്യക്തിത്വങ്ങൾ ഈ കേസിൻ്റെ ആരംഭത്തിൽ തന്നെ ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ അംബാസഡറായി ലോകം മുഴുവൻ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ MA യൂസഫ് അലി സാർ, അദ്ദേഹത്തെ ഞങ്ങൾ ലോക കേരള സഭ നടക്കുമ്പോൾ അദ്ദേഹം വിശ്രമിക്കുന്ന സ്ഥലത്ത് പോയി ഈ നിവേദനം നൽകുകയും ഞങ്ങൾ ഈ കേസിൽ ഇടപെടണം എന്നാവശ്യപ്പെടുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹം അന്ന് തന്നെ 1 കോടി രൂപ ഈ കാര്യത്തിൽ മിഷനു വേണ്ടി എപ്പോൾ വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിനും അതിന് സാധിക്കും. അതിനേക്കാൾ ഏറെ സഹായം ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ബോച്ചെ, നമ്മുടെ ചെമ്മണ്ണൂർ ജ്വല്ലറിയുടെ നേതാവായിട്ടുള്ള മുതലാളിയായിട്ടുള്ള ബോച്ചെ അദ്ദേഹം 2-3 തവണ ഞങ്ങളുടെ ഈ കോർ കമ്മിറ്റിയുമായി ഞങ്ങൾ സംസാരിക്കാൻ വേണ്ടി അദ്ദേഹം സൂം മീറ്റിങ്ങിൽ വരികയുണ്ടായി. അദ്ദേഹം ഉറച്ചു പറഞ്ഞു, 1 കോടി രൂപ ഞാൻ മാത്രം നൽകുന്നതാണ്. എൻ്റെ ഫാൻസുകാരോട് ഞാൻ പരമാവധി സഹായിക്കാൻ വേണ്ടി അഭ്യർത്ഥിക്കും. അങ്ങനെ പണം ആളുകൾക്ക് പലരും തരും. ആ പണം ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള വളരെ സുതാര്യമായ രീതിയിൽ
ആ പണം ഒരു ഇടനിലക്കാരനും ഒരു തട്ടിപ്പുകാരനും ഒരു വെട്ടിപ്പുകാരനും അതിൽ കൈയിട്ട് വാരി ഒരു രൂപയെങ്കിലും എടുത്തു മാറ്റാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഞങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ആളുകൾ ഈ ചോരയുടെ പണം ആ ചോരയുടെ പണം ഇതിൽ നിന്ന് മധ്യസ്ഥം പറഞ്ഞും അല്ലാതെയും എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാമെന്നുള്ള ഒരു വ്യാമോഹം ഇക്കാര്യത്തിൽ കാണിക്കേണ്ടതില്ല. അതിനുള്ള ജാഗ്രതയാണ് ഞങ്ങൾ കാണിക്കുന്നത്. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ആവശ്യപ്പെടുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ പണം കൃത്യമായി സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങിൽ ബ്ലഡ് മണി ഞങ്ങൾ സ്വരൂപിക്കുകയാണെങ്കിൽ സുപ്രീം കോടതിയുടെ മോണിറ്ററിങ്ങിൽ ആ പണം ആ കുടുംബത്തിൽ എത്തിക്കാനുള്ള സൗകര്യവും ഉണ്ടാക്കി തരണമെന്നാണ്. ഇങ്ങനെ ഈ കേസിൻ്റെ നാൾ വഴികൾ ഇങ്ങനെയാണ് വിശദീകരിക്കാൻ കഴിയുക. ഒരു ആളുകളെയും കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷേ വസ്തുതാപരമായി വന്നിട്ടുള്ള ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ശിക്ഷ മാറ്റിവെച്ചു. ഇന്നലെ ആ ശിക്ഷ മാറ്റിവെച്ച വാർത്ത വന്ന ഉടനെ തന്നെ എന്തൊക്കെയുള്ള ആളുകളാണ്, എന്തെല്ലാം പ്രതികരണങ്ങളാണ്. ആ ചെറുപ്പക്കാരൻ, അദ്ദേഹം മരിച്ച ചെറുപ്പക്കാരൻ്റെ ജ്യേഷ്ഠൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനടിയിൽ നമ്മുടെ മലയാളികൾ തന്നെ പോയി എവിടെ കൊല്ലണം എന്ന് കമൻ്റ് ചെയ്യുന്നത് കാണാം. എന്തൊരു സങ്കടമാണിത്, എന്തൊരു മോശമാണിത്. മലയാളിയുടെ മാനവികത എന്ന് പറഞ്ഞാൽ ഇതാണോ? ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കും, അതുപോലെ തന്നെ അറബിയിൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് കമൻ്റ് ചെയ്യാൻ പറ്റുന്നവരവരെ അങ്ങനെ ആ പോസ്റ്റിനടിയിൽ ചെന്ന് നോക്കും. അതേപോലെ തന്നെ യമനിലെ ചാനലുകളുടെ വാർത്തകൾക്കടിയിൽ ചെന്ന് നോക്കൂ. മലയാളിയുടെ വിളയാട്ടം കാണാം. മലയാളികളുടെ ഒരു വിഭാഗത്തിൻ്റെ മാനസികമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ദൗർബല്യമുള്ള ആളുകളുടെ കമൻറ്റുകൾ കാണാം. എന്തിനാണ് ഇത് ഇങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കുന്നത്? എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? എന്താണ് ഉദ്ദേശം? അപ്പം അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വിട്ടു നിൽക്കണം. ബഹുമാനപ്പെട്ട മാധ്യമങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ആക്ഷൻ കൗൺസിൽ പറയാനുള്ളത്, തെറ്റായ രീതിയിൽ പ്രതികരണം നടത്തുന്ന, ഈ തെറ്റായ രീതിയിൽ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്ന, കാരണം ഈ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് സാമുവൽ ജെറോം നടത്തിയിട്ടുള്ള വൈകാരികമായിട്ടുള്ള പ്രതികരണം ചില ചാനലുകളിൽ കാണാനിടയായി. ആ കാണുന്ന സമയത്ത് ഒരു പേര് ഇതിനു വേണ്ടി 90 വയസ്സിലധികമുള്ള പ്രായം ചെന്ന ഒരു മനുഷ്യൻ, ഒരു പണ്ഡിതൻ, അദ്ദേഹത്തെ പരാമർശിച്ചുകൊണ്ട് കാന്തപുരം ഉസ്താദും ഇടപെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ സാമുവൽ ജെറോമിന് എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല. അപ്പോൾ സങ്കുചിതമായ ഒരു മനസ്സ് അദ്ദേഹത്തിൻ്റെ കൈവശമുണ്ട്. അതിൻ്റെ സ്പിരിറ്റ് എന്താണ് എന്ന് കൃത്യമായിട്ട് അറിയാം. ആ സ്പിരിറ്റിനെ കുറിച്ച് ഞാനിവിടെ പരാമർശിക്കുന്നില്ല. എന്തായാലും വസ്തുതയെ കാണാം. അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്ന് ഒരു അഭിഭാഷക, ഞാൻ പേര് പരാമർശിക്കുന്നില്ല, ആ അഭിഭാഷകയും പൂണ്ട് വിളയാടുകയാണ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും അതുപോലെ പ്രിൻ്റഡ് മീഡിയയിലും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയയിലൊക്കെ തന്നെ. അവരൊക്കെ എത്ര ലളിതമായിട്ടാണ് ഈ കാര്യങ്ങൾ കാണുന്നത്. നമ്മൾ എന്ത് ലക്ഷ്യമാണ് നേടിയിട്ടുള്ളത് സഹോദരി? നമ്മൾ എന്തെങ്കിലും ലക്ഷ്യം നേടിയിട്ടുണ്ടോ? നമ്മൾക്ക് 16-ാം തീയതി നിന്നുള്ള വധശിക്ഷ നീട്ടിവെച്ചിരിക്കുന്നു, ദിവസങ്ങളില്ലാതെ, തീയതിയില്ലാതെ. അതെപ്പോഴും സംഭവിക്കാം. വധശിക്ഷയ്ക്കുള്ള തീയതി മറ്റൊരു ഡേറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് വരെയെന്ന് നമുക്ക് സമാധാനിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ വധശിക്ഷ മാറ്റിവെച്ച തീയതി പറയാത്തത് ഏറ്റവും വലിയ ഒരാപത്താണ്. അത് ഏത് നേരവും സംഭവിക്കാം. അപ്പോൾ ഇതിനെ ഏതെങ്കിലും രീതിയിൽ ആ കുടുംബവുമായി ബന്ധപ്പെടാനുള്ള ആ അവസരം, സൗകര്യം, ആ സൗകര്യത്തെ ഉപയോഗിക്കുക. അങ്ങനെ ചെയ്യുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക. ആ ചെയ്യുന്ന ആളുകൾക്ക് പിന്തുണ കൊടുക്കുക. അങ്ങനെ ആ പിന്തുണയിലൂടെ അവർക്കുണ്ടാകുന്ന നമ്മളോടുള്ള ഒരു ദയാവായ്പ്, ആ ദയാവായ്പിൽ നിന്നാണ് നമുക്ക് ഈ കാര്യത്തെ സാധ്യമാക്കിയെടുക്കാൻ കഴിയുന്നത്. നമുക്ക് മുന്നോട്ട് പോകണ്ടേ? നമുക്ക് ഈ തീയതി മാറ്റിയാൽ മാത്രം മതിയോ? അവരിൽ നിന്ന് മാപ്പ് ലഭിക്കണ്ടേ? ആ കുടുംബത്തിൽ നിന്ന്, അവരിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടണ്ടേ? ആ സഹോദരിയെ നമുക്ക് നാട്ടിലെത്തിക്കണ്ടേ? നിങ്ങൾ ഈ വൈകാരികമായി ഈ ചാനലിലൊക്കെ കയറി തുള്ളി സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? വളരെ വളരെ മോശമായി പോയിരിക്കുന്നു ഇത്തരത്തിലുള്ള പ്രതികരണം എന്നുള്ളത്. ഇന്ന് മാർക്കസിൻ്റെ ഇടപെടൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദിൻ്റെ ഇടപെടൽ ഇന്ന് ലോക മലയാളികളുടെ മനസ്സിലുണ്ട്. ഒരു വളരെ സന്തോഷകരമായ കാര്യം, ജാതി മത വ്യത്യാസമേതമന്യേ എല്ലാ ആളുകളും ഫേസ്ബുക്ക് പോസ്റ്റുകളൊക്കെ തന്നെ നോക്കിയാൽ ശ്രദ്ധിക്കുക, വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമാണ് കാന്തപുരത്തെ തള്ളിപ്പറയുകയും കാന്തപുരത്തെ ചീത്ത പറയുകയും ചെയ്തിട്ടുള്ളൂ. കാന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ ഇടപെടലിനെ അംഗീകരിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്തരമൊരു ഘട്ടത്തിലാണ് നമ്മളുള്ളത്. ഉസ്താദിനെ ഞങ്ങൾ സന്ദർശിച്ച ശേഷമാണ് ഞാൻ ഇങ്ങോട്ടെത്തുന്നത്. ഉസ്താദ് ഇന്നും പറഞ്ഞിട്ടുള്ള കാര്യം എന്താ? ഉസ്താദ് ഇന്നും പറഞ്ഞിട്ടുള്ള കാര്യം,
എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. എനിക്ക് എന്തെങ്കിലും കാര്യത്തിൽ ഇത്തരം മനുഷ്യത്വപരമായ ഇടപെടലിന് മുമ്പിൽ ഒരു മനുഷ്യൻ എൻ്റെ മുമ്പിൽ വന്നൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. അവിടെ അവൻ ക്രിസ്ത്യാനിയാണോ മുസ്ലിമാണോ ഹിന്ദുവാണോ എന്നുള്ള ചിന്ത ആലോചന അത് എനിക്കില്ല, എൻ്റെ സ്ഥാപനത്തിനുമില്ല. ഞാൻ പൂർണ്ണമായും ഈ കാര്യത്തിൽ നിങ്ങളുടെ ഒപ്പമാണ്. പക്ഷേ എൻ്റെ പരിമിതികളെക്കുറിച്ച് നിങ്ങൾ അറിയണം. ഞാൻ ഒരുപാട് വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നില്ല. ഞാൻ ചെയ്യുന്നത് ഒരു കാര്യം മാത്രമാണ്. കാരണം നിങ്ങൾ ഈ കാര്യവുമായി മുന്നോട്ട് പോവുക. അവരുമായി ഞാൻ സംസാരിച്ചു, അവരുമായി കാര്യങ്ങൾ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ മണിക്കൂറിലും യമനിൽ നിന്നുള്ള അപ്ഡേറ്റുകൾ ഞങ്ങളുടെ ടീം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ശ്രദ്ധിച്ച് അവർക്കുള്ള ക്ലാരിറ്റി വരുത്താൻ, അവരെ പാകപ്പെടുത്തിയെടുക്കാൻ, വൈകാരികമായി നിൽക്കുന്ന കുടുംബത്തെ, സങ്കടകരമായി നിൽക്കുന്ന കുടുംബത്തെ നമുക്കനുകൂലമായി മാനസികമായി പരിവർത്തിപ്പിക്കാനുള്ള ഇടപെടലാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തല്ലിപ്പൊളിക്കുന്ന ഒരു കാര്യവും ചാനലിലൂടെ നിങ്ങൾ പറയരുത് എന്നുള്ള അഭ്യർത്ഥനയാണ് അദ്ദേഹം ഞങ്ങളുടെ മുമ്പിൽ വെച്ചത്. എല്ലാവരോടും, ദൃശ്യമാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാം, ഓൺലൈൻ മാധ്യമങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ വൈകാരികമായി ഈ വിഷയത്തെ എടുക്കരുത്. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഈ വിഷയത്തെ യമനിൽ നമ്മുടെ നെഗോഷിയേഷൻ ചർച്ചകളെ മുന്നോട്ട് നയിക്കാനുള്ളതല്ലാതെ പിന്നോട്ടടിപ്പിക്കാനുള്ള ഒരു ഊഹാപോഹങ്ങളെയും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കരുത്. അത്തരം മീഡിയ മാനിയ ബാധിച്ച ആളുകളുടെ മുമ്പിൽ നിങ്ങൾ ക്യാമറ പൂട്ടിവെക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് ഈ ആക്ഷൻ കൗൺസിലിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്. ലോകത്ത് ഈ ഡൂൾ ന്യൂസിനെ കേൾക്കുന്ന ലോകത്തിലെ എല്ലാ മലയാളികളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ മനസ്സാക്ഷി, മനസ്സ് എല്ലാ തരത്തിലും ഈ മിഷനോടൊപ്പം വേണം. നിങ്ങളുടെ എല്ലാം പിന്തുണയും വേണം, എല്ലാ പ്രാർത്ഥനകളും വേണം. എല്ലാ വിഭാഗത്തിൽപ്പെട്ട സമൂഹത്തോടും ഈ അഭ്യർത്ഥനയോടുകൂടി അവസാനിപ്പിക്കുന്നു. നന്ദി.